ബാലരാമപുരത്ത് 2.5 വയസ്സുകാരി കൊല്ലപ്പെട്ട കേസിൽ പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണെന്ന് റൂറൽ എസ്.പി. കെ.എസ്. സുദർശൻ. അമ്മയെ കുറ്റവിമുക്തിയാക്കിയിട്ടില്ല, ആത്മീയാചാര്യന് പങ്കുണ്ടോ എന്നും അന്വേഷിക്കും. ഫോൺ രേഖകളും സാഹചര്യ തെളിവുകളുമൊക്കെ പരിശോധിക്കുകയാണ് എന്നും റൂറൽ എസ്.പി. പറഞ്ഞു. റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആ വീട്ടിൽ വന്ന് വിശദമായി ഇന്നും പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ പ്രധാനമായും വരുന്ന ഒരു കാര്യം, ഒരു പുതിയ ലിങ്ക്, ആചാര്യൻ എന്ന ഒരാൾ, ആ ആൾ ഈ കുടുംബത്തെ എങ്ങനെയെങ്കിലും സ്വാധീനിച്ചിരുന്നോ, അതുപോലെ തന്നെ ഈ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ ഇങ്ങനെ കിണറ്റിലെറിഞ്ഞ് കൊന്നതിന് എന്തെങ്കിലും തരത്തിൽ പങ്ക് ഉണ്ടോ എന്നതിനപ്പുറം ഈ കുടുംബവുമായിട്ടുള്ള ബന്ധം എന്തായിരുന്നു എന്നുള്ളതായിരിക്കും പോലീസ് പ്രധാനമായി അന്വേഷിക്കുന്നത്. ഈ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്ന അമ്മാവനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കൃത്യത ഉണ്ടായിട്ടില്ല, അമ്മയ്ക്ക് ഇതിനകത്തുള്ള പങ്ക് എന്താണ് എന്നുള്ളതും വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. സ്റ്റെഫിൻ കൂടുതൽ വിവരങ്ങളുമായി ചേരും. സ്റ്റെഫിൻ, ആരാണ് ഈ ആചാര്യന് ഇതുമായി എന്ത് ബന്ധം എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? രാജീവ്, മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ കുടുംബത്തിന് ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ പലരിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള തെളിവുകൾ, ഈ മൊഴികൾ ഒക്കെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ തല മുണ്ടനം ചെയ്തതും അതുമായി ബന്ധപ്പെട്ട് ഒരു നിർദ്ദേശം കരിക്കം സ്വദേശിയായ ഒരു ആത്മീയാചാര്യനിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്ന ഒരു മൊഴി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സൂചനകൾ പോലീസിന് ലഭിച്ചത്. ഏതായാലും ആ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ട് എന്ന് പോലീസ് ഉറപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഈ ആത്മീയ ആചാര്യനിലേക്ക് നീളുന്നത്. അതോടൊപ്പം തന്നെ ഇത് വിശ്വാസപരമായ എന്തെങ്കിലും തരത്തിൽ ഒരു ബന്ധം, എന്തെങ്കിലും തരത്തിലൊരു അന്ധവിശ്വാസം മറ്റോ ഇവരെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ചില സംശയങ്ങൾ അക്കാര്യത്തിലൊക്കെ തന്നെ ഉണ്ട്. അത് ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ആത്മീയ ആചാര്യനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണത്തിലേക്ക് ബാലരാമപുരം പോലീസ് കടക്കുന്നത്. കരിക്കം സ്വദേശിയാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഇനി ഏതായാലും അറിയേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. എന്തായിരുന്നു ഈ കൊലപാതകത്തിന് പിന്നിലുള്ള കാരണം? ആ പ്രതിക്ക് ഈ കുട്ടിയെ ജീവനോടെ കിണറ്റിലെറിഞ്ഞ് കൊല്ലാൻ കാരണമായത് എന്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത്. ഒപ്പം തന്നെ സാമ്പത്തിക ബാധ്യതകൾ ഒരുപാട് ഈ കുടുംബത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഒരു സ്ഥിരീകരണം ഇനി വരേണ്ടതുണ്ട്. അതൊക്കെ തന്നെ ഇനി വിശദമായ ഒരു പോലീസ് അന്വേഷണത്തിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. ഇപ്പോൾ ഏതായാലും ഈ അമ്മയെ പ്രതിപട്ടിക അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിന്ന് പോലീസ് പൂർണ്ണമായും ഒഴിവാക്കുന്നില്ല. ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആ ശ്രീധുവിനെ ഈ കേസുമായി ബന്ധപ്പെടുത്തുന്ന അല്ലെങ്കിൽ കൊലപാതകവുമായി നേരിട്ട് ബന്ധപ്പെടുത്തുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെളിവുകൾ, അതിനുവേണ്ടി ഒരു അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. അതിനുവേണ്ടി ഇനി വിശദമായി കൂടുതൽ ചോദ്യം ചെയ്യാനുള്ളൊരു സാധ്യതയുമുണ്ട്. ഇപ്പോൾ ഏതായാലും ആ ചോദ്യം ചെയ്യൽ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു തെളിവ് ശേഖരണത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് റൂറൽ എസ്.പി. ഇപ്പോൾ ഈ കൊലപാതകം നടന്ന വീട്ടിൽ സന്ദർശനം നടത്തിയത്. ഈ തീ കത്തി എന്ന് പറയുന്ന ആ റൂമിലും അതോടൊപ്പം തന്നെ മറ്റ് മുറികളിലുമെല്ലാം പരിശോധന നടത്തി. ഒപ്പം ഈ കൊലപാതകം നടന്ന കുഞ്ഞിൻ്റെ മൃതദേഹം ലഭിച്ച കിണറ്റിലും പരിശോധനകൾ നടത്തിയിരുന്നു. ഏതായാലും ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാകില്ല എന്നുള്ളതാണ് റൂറൽ എസ്.പി. വ്യക്തമാക്കുന്നത്. കാരണം പോലീസ് കോടതിയിൽ ഈ പ്രതിയെ ഹാജരാക്കിയതിനു ശേഷം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുക്കുന്ന ഒരു രീതിയിലേക്കായിരിക്കും പോവുക. അതിനിടയ്ക്ക് ഈ കാലയളവിൽ ഈ അമ്മയ്ക്കെതിരെ ഉള്ള അന്വേഷണം, അതോടൊപ്പം തന്നെ ഈ മതാചാര്യനുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് ആയിരിക്കും പോലീസ് ഇനി നീങ്ങാൻ പോകുന്നത്. ശരി, സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസ് വ്യക്തമാക്കുന്നത് കൂടുതൽ ആളുകളിലേക്ക് ഇതിന്റെ അന്വേഷണം പോകേണ്ടതുണ്ട്.